ഒരു കഴിവേറിയ ഒരു ചേട്ടൻ്റെ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാറുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അത് നമുക്ക് വീഡിയോ ഉണ്ട്. ഓക്കെ, ഇതേ ഈ സ്ത്രീ ആരാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഒരു ബിഗ് ബോസ് അങ്ങനെ എന്തോ പരിപാടിയിൽ 4-5 ദിവസം എന്തോ പോയി കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇവർ പറയണ സ്റ്റേറ്റ്മെന്റ് നമ്മളെ കേരളത്തിലുള്ള അമ്മമാര് എല്ലാവരും കേൾക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. കേട്ടു നോക്കും. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എന്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. അത് മാത്രമല്ല, പീരീഡ്സ് ആവുന്ന സമയത്ത് എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് അവന് മനസ്സിലാവുമായിരുന്നു, അമ്മ പീരീഡ്സ് ആണോ, അമ്മ കിടന്നോളൂ എന്ന് പറയും. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ചേച്ചിക്ക് പീരീഡ്സ് ആണോ എന്ന് ചേച്ചിയുടെ മകൻ ചേച്ചിയുടെ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ അവൻ അത്രയും കഴിവുള്ളവനാണെങ്കിൽ അവൻ ഭയങ്കര കഴിവേറിയാണ്. അവനെ നമ്മൾ ഇവിടെ നിന്ന് നിർത്തേണ്ട ആളല്ല, അവനെ കുറച്ചുകൂടെ വലിയൊരു സ്ഥലത്തേക്ക് വിടേണ്ട ആളാണ്. കാരണം സ്വന്തം ജനിപ്പിച്ച അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ എക്സ്പ്രഷൻ നോക്കിയിട്ട് അമ്മയ്ക്ക് ആർത്തവമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള മക്കള് ഒരു 5% നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള മക്കൾക്ക് നമ്മൾ ഈ തെക്ക് വടക്ക് ഭാഗങ്ങളിലോട്ട് ഒരു പേര് വിളിക്കും. ചേച്ചി അത് ഞാൻ പറയണില്ല, പറഞ്ഞെന്താണെന്നറിയോ, ചേച്ചിക്ക് അത് സങ്കടവും കേട്ടാ. ഇത്രയും കഴിവുള്ള മക്കളെ വിളിക്കുന്ന ഒരു പേരുണ്ട് ഓൾമോസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പിടി കിട്ടിക്കോളൂ. ഓക്കെ, നമ്മുടെ ഒന്നും കുടുംബങ്ങൾ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളും കണ്ടല്ലോ. ഈ ഒരു കഴിവേറിയ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട് മലപ്പുറത്താണ്, എൻ്റെ കല്യാണം കഴിപ്പിച്ചേക്കുന്നത് കോട്ടയത്തേക്കുമാണ്. ഈ തെക്കും വടക്കും ഒരുപോലെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഈ പുള്ളി പറഞ്ഞേക്കുന്ന അമ്മയുടെ പീരിയഡ്സിൻ്റെ വേദന കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന മകനെ വിളിക്കുന്ന ആ ഒരു പേര് എന്താണെന്ന് എനിക്കിതുവരെ അറിയത്തില്ല. കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഒരു പരിചയവും ഇല്ല. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട അല്ലെങ്കിൽ ആരും അറിയാൻ പാടില്ലാത്ത ഒരു വലിയ സംഭവമൊന്നുമല്ല. എല്ലാ സ്ത്രീകൾക്കും വരുന്ന ഒരു നോർമൽ സംഭവം തന്നെയാണ്. താങ്കളും തങ്ങളുടെ അമ്മയ്ക്ക് പീരിയഡ്സ് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് പുറത്തോട്ട് വന്നിരിക്കുന്നത്. അതല്ലാതെ ഒരു എന്താ പറയുക, ദിവ്യഗർഭം വഴി പുറത്തേക്ക് വന്ന ആളൊന്നുമല്ല. നോർമലി സ്ത്രീകൾ എങ്ങനെയാണോ പീരിയഡ്സ് ഉണ്ടാകുന്നത്, എങ്ങനെയാണോ ഗർഭിണിയാവുന്നത്, എങ്ങനെയാണോ പ്രസവിക്കുന്നത്, അങ്ങനെ തന്നെയാണ് താനും വന്നത്. പിന്നെ എനിക്ക് പീരിയഡ്സ് ആയ കാലം തൊട്ട് ഞാൻ മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുന്നത് വരെ എൻ്റെ ആവശ്യത്തിനുള്ള പാഡ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛനും എൻ്റെ ഏട്ടനും ഒക്കെയായിരുന്നു. അതൊരു മോശം കാര്യമായിട്ടോ അവരത് അറിയാൻ പാടില്ലാത്ത കാര്യമായിട്ടോ അവരത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടോ ഒന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല, ഇനിയൊരു തോന്നത്തുമില്ല. നാളെ എനിക്കൊരു പെൺകൊച്ചുണ്ടായി അവൾ പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പാഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് വാങ്ങിക്കും. അത് അവളുടെ അച്ഛനാണ്, ആൾക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അതൊരു മോശം കാര്യം അല്ല ഒരിക്കലും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കളൊരു അച്ഛൻ, ഒരു മകൻ, ഒരു ഭർത്താവ്, ഒരു സഹോദരൻ എന്നുള്ള എല്ലാ നിലകളിലും തീർത്തും ഒരു പരാജയമാണ്. തന്നെ വീട്ടിലിരിക്കുന്ന അമ്മയും ഭാര്യയും പെങ്ങളെയും മകളെയൊക്കെ ഓർത്തിട്ട് സമൂഹം സഹതപിക്കും. ബിക്കോസ് അതാണ് താങ്കളുടെ മെൻറ്റാലിറ്റി.